ഒന്ന് ബസറാണ്, ഒന്ന് സംആണ്. അപ്പോൾ പിൽക്കാലഘട്ടക്കാർ എന്ത് ചെയ്തു? കണ്ണിൽ നിന്ന് അതിനെ സംഇലേക്ക് മാറ്റി. അതേ കാലഘട്ടക്കാരി റസൂലുള്ളാഹിന്റെ കണ്ണിലൂടെയാണ് സയ്യിദുനാ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചില്ല, അയ്യുൽ അഅമാലി അഹബ്ബു ഇലൈക യാ അബൂബക്കർ, അബൂബക്കറെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അന്നദറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. സിദ്ദീഖിയത്തിന്റെ അളവ് ഇങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ ജനങ്ങൾക്ക് റസൂലുള്ളാഹിനെ വേണമല്ലോ. അപ്പോഴാണ് മവാലീദുകൾ വന്നിട്ടുള്ളത്. മവാലീദ് എന്ന് പറഞ്ഞാൽ റുബിയത്തിലൂടെ ബസറിലൂടെ നബിയെ മനസ്സിലാക്കുന്നതിനുള്ള സാധ്യത കുറഞ്ഞു വന്നപ്പോൾ സമഇലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാൻ വേണ്ടി വന്ന അതാണ് ഫജഅൽനാഹു സമീഅൻ ബസീറാ. രണ്ട് മാധ്യമമാണ് സത്യത്തിൽ ഖൽബിനുള്ളത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ. ബസറിന്റെ ശക്തി ഒരിക്കലും സമഇനുണ്ടാവില്ല. പക്ഷെ ബസറിന് ഒരു കുറഞ്ഞ കാലം നടപ്പിലാക്കാൻ കഴിയും. പിന്നെ അത് കണ്ണകന്ന ഖൽബാകുന്നു. അപ്പോഴാണ് എന്ത് ചെയ്ത് സമഇന് വേണ്ടി എന്ത് ചെയ്ത് മവാലിദുകൾ ഉണ്ടാക്കി. എല്ലാവരും മവാലിദുകൾ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട ഇമാം ജസിരി ഖുർആനിന്റെ നേതാവ്, അവരിൽ നിന്നല്ലാതെ ഒരു ഖുർആഅത്ത് ലോകത്തൊരു മഹാവിദ്വാൻ എല്ലാ ഖാരിഇങ്ങളുടെയും റസൂലിന്റെ ഖുർആഅത്തിന്റെ അസിൽ കിടക്കുന്ന ഇമാം ജസിരിയ അവര് റബീഉൽ 1-30 വരെ അവർക്ക് തന്നെ മൗലിദിന്റെ കിതാബുണ്ട്. ഇമാം ജസിരി എല്ലാവർക്കും മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ബഹുമാനപ്പെട്ട മഹാനായ ഖതീബുൽ ബഗ്ദാദി തങ്ങളുടെ താരിഖുൽ അംബിയായിൽ കൊടുക്കുന്ന ഒരു വിഷ്ഠാനം ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി തന്നെ കറാമാത്തുൽ അംബിയാ സംഭവമുണ്ട്. ഒരാള് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ അശ്ശാദുലി തങ്ങളുടെ ശിഷ്യൻ വന്നു. തലേന്ന് വരാൻ പറഞ്ഞ റബീഉൽ അവ്വൽ 12 അന്ന് വരാൻ കഴിഞ്ഞു. പിറ്റേന്ന് വന്നപ്പോ ശകാരിച്ചു, എന്റെ ഇന്നലെ വരാതിരുന്നു, എന്താണ് റസൂൽ ഉണ്ടായിരുന്നല്ലോ ഈ വീട്ടിൽ. ലക്ഷക്കണക്കിന് ആളുകളാണ് അബുൽ ഹസൻ അശ്ശാദുലി എല്ലാവരും അങ്ങനെയാണ്. അല്ലാഹുവിനൊക്കെ റസൂൽ ഉണ്ടാവുക കൽബിൽ വരെ സദസ്സിൽ വരിക. അവൻ നമ്മോടെ അവിടുത്തെ അവരുടെ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളുടെ ബഹുമാനപ്പെട്ട ഇമാമന് മനാബി തങ്ങളുടെ തബഖാത്തുൽ ഔലിയായിൽ പറയുന്നുണ്ട്, ആ മജ്ലിസിൽ പങ്കെടുത്തവരൊക്കെ ഔലിയാക്കളായി. എന്തേ? റസൂലുള്ളാഹി അവണ്ണം നമ്മുടെ അവരുടെ റൂഹം അവിടെ. ഇമാം ഗസാലി തങ്ങളുടെ മഹത്വം ദുർറത്തുൽ ഫാഖിറ വദഖീറത്തുൽ ഷാക്കിറ എന്ന കിതാബിൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എല്ലാ രാത്രിയും റസൂലുള്ളാഹിന്റെ അടുത്ത് വരും. ഞാൻ കിതാബ് എഴുതി റസൂലുള്ളാഹിന്റെ അടുത്ത് വരും. റസൂലുള്ളാഹിനോട് ഞാൻ ചോദിക്കും. റസൂലുള്ളാഹി പറഞ്ഞു, ഒരു രാത്രി അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്ത് വരാത്ത രാത്രി ഉണ്ടായിട്ടില്ല. ആരാണ് പറഞ്ഞത്? 1000 കൊല്ലത്തിന്റെ ഉള്ളിൽ മുസ്ലിം ലോകത്ത് പകരം ഒരാളില്ല. ലോകം അംഗീകരിക്കും. 1111 വഫാത്ത്, 1158 ജനിച്ചു, 1158 ജനിച്ചു, 1115 വഫാത്തായി. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് ഗസാലി എല്ലാ രാത്രിയും ഇതാണെന്ന് പോലും ലോകത്തിന് ഉള്ള 1000-ഓളം അതിന് മിസാല് വേറൊരാളില്ല ലോകത്തിൽ പിന്നെ ഇല്ല. അവര് പറയുന്നുണ്ട്, എന്റെ അടുക്കൽ 25 വട്ടമെങ്കിലും 25 വട്ടം ഉറക്കിലല്ല യഖ്ളത്തിൽ തേരും. ഒരു ദിവസം ഞാൻ എന്റെ കമീസഴിക്കുക, ഞാൻ ജുമാക്ക് പോയി വന്ന കമീസഴിച്ച് പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഷുബാക്കിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ റസൂലുള്ളാഹിയും സിദ്ദീഖുൽ ഒക്കെ നടന്നു വരിക. എന്നാണ് ഈ സംഭവം? ഹബീബ് വഫാത്തായിട്ട് 9 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട്. ഇതിനൊക്കെ ആയിരക്കണക്കിന് തെളിവുകളാണ്. ഒക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ട വർത്താനായി പറയുന്നു. ആരെടുത്ത് റസൂലുള്ള വന്നോ അവർ ജയിച്ചു, ആരെടുത്ത് റസൂലുള്ള ആരൊഴിവാക്കിയോ അവരൊക്കെ ചെയ്തു. ദീന് നമ്മൾ റസൂലുള്ളാഹിയാണ്. അപ്പൊ അത് കൊണ്ടുപോകണം.
പറഞ്ഞു കൊടുക്കും. പറഞ്ഞിരുന്നത് ഏറ്റവും വലിയ പറിച്ച് മുസ്തഫ നബിയെ പറിച്ചിട്ടാണ്. ഹബീബിനെക്കാളും വലിയ ഒരു സംഗതി ഒന്നുമില്ല. ഏത് കുട്ടി ജനിച്ചാൽ ആ കുട്ടി റസൂലുള്ളാഹിന്റെ പേരുണ്ട്. അത് തിരിഞ്ഞും പറഞ്ഞു 9 കുട്ടിയാണ്. 9 കുട്ടിയാണ് റസൂലുള്ളാഹി. ആദ്യത്തെ കുട്ടിയുടെ പേര് ഉമ്മു ഹബീബ. റസൂലുള്ളാഹിന്റെ പേര് റസൂലുള്ളാഹി. ഏറ്റവും വലിയ പ്രിയപത്നി ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ. അബൂ സുഫിയാന്റെ മകളാണ്. അബൂ സുഫിയാൻ വീട്ടിൽ വന്ന ഒരു വിരിപ്പുണ്ട്. ആ വിരിപ്പിലേക്ക് ഇരിക്കാൻ ഒരുങ്ങിയപ്പോൾ പോയിട്ട് ഒരൊറ്റ വലി. അപ്പോൾ അബൂ സുഫിയാൻ ബേജാറായി. لا تقاوم في سوق عقال 4 دراهم. 4 ദിർഹമിന് ഉഖാൽ ചന്തയിൽ വിലയില്ലാത്ത ഇതിലിരിക്കാൻ സയ്യിദ് മക്കയായ അഷ്റാഫ് മക്കയുടെ നേതാവായ എനിക്ക് അർഹതയില്ലടി. അപ്പോൾ പറഞ്ഞു, ഇതിന് നിങ്ങൾക്ക് അർഹത ഇതിന്റെ അപ്പുറം ഇരിക്കാനുണ്ട്, ഇതിന്റെ മേൽ ഇരിക്കാനില്ല. പഠിച്ച ആഴ്ചയാണ് എനിക്കൊരു കുട്ടി ഉണ്ടായി. പിന്നെ രണ്ടാമതൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് ഞാൻ ആയിഷ. മൂന്നാമത്തെ ഒരു കുട്ടി ഉണ്ടായി. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ ഫാത്തിമ ഷരീഫ ഫാത്തിമ. നാലാമത്തെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് ഞാൻ സൈനബ് എന്ന് പേരിട്ടു. പിന്നെ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് ഞാൻ ഖദീജ എന്ന് പേരിട്ടു. പിന്നെ ഒരു കുട്ടി ഉണ്ടായി. അതിന് ഞാൻ ആയിഷ എന്ന് പേരിട്ടു. 2 ആയിഷ, 2 മുഹമ്മദ്, 1 അഹമ്മദ്. إن لم يكن في معادي آخذا بيدي فضلا وإلا فقل يا سلة القدمين بغنلي وما نبت الإمام الرسولي فإن لي ذمة منه بتسميتي محمدا صلى الله عليه وسلم. إن رسول الله كما يسر لتبوغا بتولا رسول الله وما نجلي جواب بينك محمدا بينك فإن لي ذمة دقالت له ذمة رسول الله كنت بتسميتي محمد. عندما بينك محمد أنا بيرت بين أنا وياك إنه رسول الله كبودن بوغا بتولا. هي المهانم رسول الله عند بيرلا أنا بيمان شد رسول الله إلى رسول الله قرن من دين الله. هذه الله رسول الله بريحة. من ساك كيولا تحيرت الأفكار في وصف معناه. റസൂലുള്ളാഹി മനസ്സിലായിട്ടെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ ഖുസൂസിയത്ത് മനസ്സിലാക്കാൻ ആർക്കും ജിബ്രീൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെന്തോ ആർക്കും മനസ്സിലാക്കാൻ ആർക്കും ഒരൊറ്റവട്ടമാണ് പരിശുദ്ധ ഖുർആനിൽ അഹമ്മദി എന്ന് പറഞ്ഞത്. അഹമ്മദിയത്ത് മനസ്സിലാക്കാൻ കഴിയില്ല. ഹത്താ ലിൽ അംബിയ. ഈ ഇബാറത്ത് സുലഹാക്കളായ തിഖാത്തായ ഉലമാക്കൾ എഴുതി വെച്ചത് എന്റെ കണ്ണോടിയാണ്. അഹമ്മദി എന്നത് അല്ലാഹും റസൂലും അല്ലാത്ത ഒരാൾക്ക് എന്താണ് അതിൻ്റെ ഉള്ളത് ആർക്കും അറിയില്ല. അഹമ്മദ് എന്താണ് അറിയൂല. ഒരാൾക്കും അഹമ്മദിയത്തിലേക്ക് വാതിൽ തുറന്നു കൊടുത്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാമിലേക്ക് സയ്യിദിനെ അറിയില്ല. ആർക്കും അറിയില്ല. അല്ലാഹുവിന്റെ സിറാണ് മുഹമ്മദ്. അല്ലാഹുവിന്റെ ദാത്ത് സിഫാത്തിന്റെ മൽഹറാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രസംഗിക്കാൻ ഞാൻ വരുന്നത് ഇന്നല്ലദീന യുബായിഊനക كأنما يبايعون الله എന്ന് പറയാതെ إنما يبايعون الله എന്ന് പറഞ്ഞ ആയത്തിൽ ഇബ്ൻ അജീബ് തങ്ങൾ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ ബദലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മൻ വദഅ യദഹു അലാ യദി ശരീഫ كأنما يد الله قال فإنه مس يد الله. അല്ലാഹുവിന്റെ യദ്